നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. ഭാവന നിന്നെ എങ്ങനെ മനസ്സിലാക്കുന്നില്ലെന്നാ നീ പറയുന്നത്? അപ്പൊ നിനക്ക് വേണ്ടി ഇതുവരെ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെയാണോ? ഭരതേ, നീ തലമറന്ന് എണ്ണ തേക്കാൻ നോക്കരുത്. അത് നിനക്ക് ദോഷമേ ചെയ്യൂ. ഭാവനയെ പോലൊരു സഹോദരിയെ കിട്ടാൻ നീയൊക്കെ 100 പുണ്യം ചെയ്യണം, അറിയോ? ഇപ്പോഴും നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവളവള്, അല്ലാതെ അവൾക്ക് വേണ്ടിയിട്ടല്ല. നമ്മൾ എത്ര ഉയരങ്ങളിലേക്ക് ചെന്നാലും വന്ന വഴി മറക്കരുത്. അത് ചിലപ്പോ വലിയ വീഴ്ചകൾക്ക് കാരണവും. അപ്പൊ ഞാൻ നശിക്കണമെന്നാണല്ലേ ഏട്ടന്റെ ആഗ്രഹം? ഒന്നങ്ങ് തന്നാലുണ്ടല്ലോ. ഞാൻ അങ്ങനെയാണോ പറഞ്ഞത്? ആദ്യം നീ നിന്റെ ഈ സ്വഭാവം മാറ്റ്, എന്നിട്ട് പഴയ ഭരത്തിലേക്ക് വാ. അതാ നിനക്ക് നല്ലത്. ഇതുവരെ ഇല്ലാതെ നീ ഇങ്ങനെ മാറുമ്പോ എല്ലാരും പറയുന്ന ആരെന്നറിയോ? അരുന്ധതിയാവും. ഭരതേ, ജീവിതം നീ കരുതുന്നത് പോലെ നിസ്സാരമല്ല. ഇതുവരെ നീ അനുഭവിച്ചല്ല ജീവിതം. അതാദ്യം മനസ്സിലാക്ക്. ആര് നീ മറന്നാലും ഭാവനെ നീ മറക്കരുത്. എങ്കിൽ ദൈവം പോലും പൊറുക്കില്ല. ഞാൻ ആരെയും മറന്നിട്ടൊന്നുമില്ല. എന്നെ മനസ്സിലാക്കാൻ അവിടെ ആർക്കും പറ്റിയിട്ടില്ല. നിന്നെ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റിയില്ലെന്ന് നീ പറയുന്നത്? അതുകൂടി പറ. എന്റെ കൂടെ ടെസ്റ്റ് പാസ്സായവരൊക്കെ ഇന്ന് ജോലി കയറി. അതറിയോ ഏട്ടന്? എടാ, അതൊക്കെ കൈക്കൂലിയുടെ റെക്കമെൻഡേഷൻ്റെയും പുറത്തല്ലേ? ആ അതെ, ഞാനും അതിനുവേണ്ടി 3 ലക്ഷം രൂപ അന്ന് ആവശ്യപ്പെട്ടതല്ലേ. ബാമേച്ചിയുടെ കല്യാണത്തിന് ലക്ഷങ്ങൾ മുടക്കിയിട്ടും എനിക്ക് വേണ്ടി 3 ലക്ഷം രൂപ തരാൻ ചേച്ചിക്ക് കഴിഞ്ഞോ? എന്താടാ, നിനക്ക് നിന്റെ ചേച്ചി അറിയില്ലേ? നിയമം വിട്ട് എന്തെങ്കിലും ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അപ്പൊ ആ ധ്രുവന്റെ ബോഡി മറവ് ചെയ്തതൊക്കെ നിയമം അനുസരിച്ചായിരുന്നല്ലോ അല്ലേ? അപ്പൊ അവരവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാം അല്ലേ ഏട്ടാ? നീ എന്തൊക്കെയാണോ ഭരതേ പറയുന്നത്? ഇതൊക്കെയാണോ നിന്റെ ന്യായം? ഭാവനെ നീ അങ്ങനെയാണോ കണ്ടിരിക്കുന്നത്? ഞാൻ ഏട്ടൻ ചോദിച്ചതിനുള്ള മറുപടി പറഞ്ഞതാ. നിയമം നോക്കുന്നവരെ എല്ലാത്തിലും നോക്കണം. അപ്പോ ഭാനുവും ഭാവനയും ശിക്ഷിക്കപ്പെടണമായിരുന്നു അല്ലേ? കൊള്ളാം ഭരത, എനിക്കിഷ്ടപ്പെട്ടു നിന്റെ ഈ ചേഞ്ച്. നീ ജീവിതം തുടങ്ങിയിട്ട് പോലുമില്ല. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും ജീവിക്കുക. നിനക്ക് നല്ലത് വരാൻ വേണ്ടി ഞാനും പ്രാർത്ഥിക്കാം. ഈ ജാതകക്കാരിയെ വിവാഹം ചെയ്താൽ സുഖകരമായ ഒരു ദാമ്പത്യ ജീവിതം അസാധ്യമാണ്. ഇവർക്ക് സന്താന സൗഭാഗ്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കുറവാണ്. ഇനി അഥവാ ഉണ്ടായാലും ആ കുഞ്ഞ് ജന്മം കൊള്ളുന്നതിന് മുമ്പ് തന്നെ പിതാവിന് അപമൃത്യു സംഭവിച്ചിരിക്കും. എന്താ എന്താ വല്ലാതിരിക്കുന്നേ? അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ലമ്മേ. പിന്നെന്താ, സൂര്യക്ക് ഇഷ്ടമില്ലാണ്ടാണോ നീ ഇങ്ങോട്ട് പോകുന്നത്? ദേ, അമ്മയോട് കള്ളം പറയരുത്. നിന്റെ മുഖം കണ്ടാൽ അറിയാം അവിടെ എന്തോ കാര്യമായ പ്രശ്നമുണ്ടെന്ന്. അമ്മയോട് ഞാൻ എന്താ പറയണ്ടേ? തൽക്കാലം ആന്റിയുടെ കാര്യം തന്നെ പറയാം, അല്ലാതെ ജോൾസിൻ പറഞ്ഞ കാര്യം ഇപ്പൊ പറയണ്ട. ഭാവന, നീ എന്തുവായിരുന്നു ഈ ആലോചിക്കുന്നത്? എന്താ മക്കളെ, നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ? അതോ അന്നത്തെ പോലെ നീ വീണ്ടും ഒറ്റപ്പെട്ടോ? അങ്ങനെയൊന്നും ഉണ്ടായില്ല അമ്മ. ഞാൻ ആന്റിയുടെ കാര്യം ഓർത്തുകൊണ്ടിരിക്കുവായിരുന്നു. അതിനിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മോളെ? വിധിയെ ആർക്കും തടുക്കാൻ പറ്റത്തില്ലല്ലോ. അതെ അമ്മ, വിധിയെ ആർക്കും തടുക്കാൻ പറ്റില്ല. പക്ഷെ വരാൻ പോകുന്ന വിപത്തിനെ പറ്റിയൊരു മുൻധാരണ ഉണ്ടെങ്കിൽ സൂക്ഷിക്കാൻ പറ്റില്ലേ? നീ എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? ആദ്യം ഞാൻ ചോദിച്ചതിനുള്ള മറുപടി പറ. ഏത് കാര്യമാണെങ്കിലും ഒരു മുന്നറിയിപ്പുള്ളത് നല്ലതാ. നമുക്കവിടെ പലതും ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യം അമ്മ ഗൗരവത്തിലെടുക്കണം. അമ്മയ്ക്കറിയാലോ, ആന്റി ഇപ്പോ മരണത്തിനും ജീവിതത്തിനും ഇടയിലുള്ള ഒരു നൂൽപാതയിലൂടെയാണ് സഞ്ചരിക്കുന്നതെന്ന്. വളരെയേറെ ശ്രദ്ധയോടെ വേണം ആന്റിയെ പരിചരിക്കാൻ. അത്രമാത്രം മോശ അവസ്ഥയില്ല ഇപ്പൊ ആന്റി. അതുകൊണ്ട് എന്റെയും സൂര്യയുടെയും കല്യാണം ഇപ്പൊ നടത്തണ്ട. അമ്മ, ഞാനിത്
വളരെ ഗൗരവമായിട്ടെടുത്ത തീരുമാനം. നിനക്ക് എന്താ മോളെ, ഭ്രാന്തുണ്ടോ? അതും ഈ കല്യാണവും തമ്മിൽ എന്താ ബന്ധം? മക്കളെ, നിന്റെ കല്യാണം ജയല്ലേ നടത്തുന്നത്? അതെ, പക്ഷെ നമ്മൾ ചിന്തിക്കാതെ പോയൊരു സത്യം ഉണ്ടമ്മ. ആൻറ്റിക്ക് ഇപ്പം വേണ്ടത് ഫുൾ ബെഡ് റെസ്റ്റാ. ഈ പറഞ്ഞ എനിക്കും വേണ്ടത് ഫുൾ ബെഡ് റെസ്റ്റാ. അപ്പോൾ പിന്നെ ഞങ്ങളുടെ രണ്ടുപേരുടെയും കാര്യങ്ങളൊക്കെ ആര് നോക്കും? സൂര്യയോ അതോ ഏത് നിമിഷവും മടങ്ങി പോകാൻ നിൽക്കുന്ന മാനസയോ? ഇവിടെ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ അമ്മ. ഞാൻ പൂർണ്ണ ആരോഗ്യവതിയായിരുന്നെങ്കിൽ ആൻറ്റിയെ നോക്കാൻ ഞാൻ മതിയായിരുന്നു. ഇതിപ്പോൾ ആൻറ്റിയെക്കാളും മോശം അവസ്ഥയിലാണ് ഞാൻ. അമ്മ, സൂര്യക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അവനിപ്പോഴും എന്നോടുള്ള അന്ധമായ പ്രണയമാണ്. അമ്മ തന്നെ പറ, ഞങ്ങൾ 2 രോഗികളെ പരിചരിക്കാൻ അവിടെ ആരാ ഉള്ളത്? അല്ലെങ്കിൽ തന്നെ മറ്റുള്ളവരൊക്കെ എന്തായിരിക്കും പിന്നെ പറയുന്നത്? എന്നെ സൂര്യയെ പഴി പറയൂ. അമ്മ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക ആ വീടിന്റെ അവസ്ഥ. ജയയും സൂര്യയുടെ അച്ഛനും നിന്റെ ഈ തീരുമാനത്തിനോട് യോജിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? യോജിച്ചില്ലെങ്കിൽ ഞാനത് പറഞ്ഞ് മനസ്സിലാക്കുമേ. ആന്റിക്ക് സ്വന്തം കാര്യങ്ങളെങ്കിലും നോക്കാനുള്ള ആരോഗ്യം ഇപ്പോൾ ഉണ്ട്. ഇനി അങ്ങോട്ട് ആരോഗ്യസ്ഥിതി എങ്ങനെയാവുമെന്ന് ആർക്കറിയാം? എനിക്കറിയാം. എന്റെ ഈ തീരുമാനം പെട്ടെന്ന് ആർക്കും ഇവിടെ ഉൾക്കൊള്ളാൻ പറ്റില്ല. പക്ഷെ അമ്മ ഉൾക്കൊണ്ടേ പറ്റൂ. നീ പറയുന്നെല്ലാം കൂടെ കേട്ടിട്ട് എന്റെ തല പെരുക്കുന്നു. നിന്റെ കാര്യം വരുമ്പോ മാത്രം എന്താ ഇങ്ങനെയൊക്കെ? ഇവിടെ ഇപ്പൊ തീരുമാനം എന്റേതല്ലേ, അപ്പൊ പിന്നെ ആർക്കും കുറ്റം പറയാൻ പറ്റില്ലല്ലോ. ഇതറിയുമ്പോ സേതുവും ഭരത്തും ഒക്കെ ദേഷ്യപ്പെടും. അവരൊക്കെ അത്രയ്ക്ക് സന്തോഷത്തിലാ. എന്ത് സന്തോഷം? അതിലൊന്നും കാര്യമില്ലമ്മേ. സ്വന്തം കാര്യം വരുമ്പോ പലരും സ്വാർത്ഥരായി പോവും. നീ ഭരത്തിനല്ലേ ഉദ്ദേശിച്ചത്? അതെ അമ്മ, അവനും ഞാനിപ്പോ ശത്രുവിനെ പോലെയല്ലേ. സാരമില്ല, അവൻ മെഡിക്കൽ ടെസ്റ്റ് പാസ്സായി എന്നറിഞ്ഞ പിന്നെ സന്തോഷായി. എനിക്ക് അവനിൽ വലിയ പ്രതീക്ഷയൊന്നുമില്ല. ജോലിയും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ അവൻ ആളാകെ മാറും. അതിലൊരു സംശയം വേണ്ട. ഞാനതെന്നേ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞു. ശരിക്കും അംബാലിക ആന്റിക്ക് ചേർന്ന മരുമകനാ ഭരത്. പക്ഷെ അവർക്കത് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. എനിക്കറിയാം നിനക്ക് നല്ല വിഷമമുണ്ടെന്ന്. ഏയ് സാരമില്ലമ്മ, ഇനി ആ വിഷയം നമ്മൾ സംസാരിക്കണ്ട. അമ്മ ഞാൻ പറഞ്ഞ കാര്യം ഒന്ന് ഗൗരവമായിട്ട് ആലോചിക്കണം. ആദ്യം എൻ്റെ അസുഖം ഒന്ന് ഭേദാവട്ടെ, എന്നിട്ട് മതി കല്യാണവും ആഘോഷവും ഒക്കെ. അമ്മ, ഞാൻ അല്പനേരം ഒന്ന് ഒറ്റയ്ക്കിരുന്നോട്ടെ. എന്നെക്കുറിച്ച് എന്തുമാത്രം പ്രതീക്ഷകൾ ഉണ്ടായിരുന്നതാ. അതെല്ലാം ഒരു നിമിഷം കൊണ്ട് ഞാൻ ഇല്ലാതാക്കിയില്ലേ. എല്ലാം എൻ്റെ സൂര്യയ്ക്ക് വേണ്ടി അമ്മ. എൻ്റെ സൂര്യയ്ക്ക് ഞാൻ കാരണം ഒരു ആപത്ത് വരാൻ പാടില്ല. അതിനുവേണ്ടി എന്ത് ചെയ്യാനും എനിക്ക് സന്തോഷമേ ഉള്ളൂ.